നമസ്കാരം. ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നില്ലേ, ഞാൻ ആദ്യം പറയുന്ന കാര്യം ഒന്ന് കേൾക്കണം കേട്ടോ. നിങ്ങളെന്നും എല്ലാവരുടെയും ഫോണിൽ കാണും, സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുടെ ആൾക്കാരുടെ ഫോണിൽ കാണും ഇസബെല്ലയുടെ ബുക്കിംഗ് നമ്പർ. ഈ ബ്ലൗസിൻ്റെ കാര്യത്തിൽ മാത്രം അത് കൺഫ്യൂഷൻ ആകരുത്. ബ്ലൗസിൻ്റെ കാര്യത്തിൽ മാത്രം ബുക്കിംഗ് നമ്പർ ഒന്ന് മാറുക. സ്ക്രീനിൽ കൊടുത്തേക്കുന്ന ഈ നമ്പറിൽ ബ്ലൗസ് ബുക്ക് ചെയ്യാമുള്ളൂ. ബാക്കി ദിവസങ്ങളിലെല്ലാം യൂഷ്വലി പഴയ നമ്പർ തന്നെ. ബ്ലൗസിന് ബുക്ക് ചെയ്യുമ്പോൾ പഴയ നമ്പർ എടുക്കരുത്. ഈ സ്ക്രീനിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന നമ്പർ മാത്രമേ ബ്ലൗസിൻ്റെ ബുക്കിംഗ് എടുക്കുകയുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ഓർക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഇസബെല്ല 2 ഇതിൽ എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്യുക. ഇസബെല്ല 2 എന്ന് പറഞ്ഞ് തന്നെ വേറെ സേവ് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പിന്നെ നാളത്തെ വീഡിയോയ്ക്ക് വീണ്ടും പഴയ നമ്പർ തന്നെ. അപ്പോൾ മാറിപ്പോകരുത്. കാരണം ബ്ലൗസിൻ്റെ ബുക്കിംഗ് എടുക്കൽ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്പർ മാറി ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് കാണാം. റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ ഫംഗ്ഷൻ വെയർ ബ്ലൗസും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റേ ബ്ലൗസുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഫംഗ്ഷൻ വെയർ ബ്ലൗസ് ഈ ആഴ്ച തന്നെ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. ഇപ്പോൾ കാണിക്കാൻ പോകുന്ന 36, 38, 40, 34, 36, 38, 40 ഈ സൈസിലുള്ള ബ്ലൗസാണ്. ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നവർ ദയവായിട്ട് ഇതൊന്ന് കേൾക്കണം, കേട്ടിട്ടേ വാങ്ങിക്കാവുള്ളൂ. ഈ ബ്ലൗസ് ഇപ്പോൾ 34 സൈസ് എന്ന് പറഞ്ഞാൽ 34 സൈസിന് താഴോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇടാം. അത് 28 സൈസുള്ള ആൾക്കും 30 സൈസുള്ള ആൾക്കും 32 സൈസുള്ള ആൾക്കും ഇടാം. അതായത് ഓൾട്രേഷൻ ചെയ്യണം. നമ്മൾ ഇപ്പം XL സൈസ് ഒരു കുർത്തി വാങ്ങിച്ചാൽ സ്മോൾ സൈസ് തൊട്ടിടാം എന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും അത് ഒത്തിരി ഓൾട്രേഷൻ ചെയ്യേണ്ടതെന്ന്. ബ്ലൗസിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരത്തില്ല. ഷോൾഡർ ഒത്തിരി ഇറങ്ങി പോകത്തില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഇവിടുത്തെ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്, ഇവിടുത്തെ മെഷർമെൻറ്റ്, കൈയുടെ മെഷർമെൻറ്റ് ഇതെല്ലാം കറക്റ്റ് എടുത്തിട്ട് ആ സൈഡ് അടിച്ചെടുക്കുക, കുർത്തി സൈസ് ചെയ്യുന്ന പോലെ. അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് ബ്ലൗസിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, ക്യാൻസലേഷൻ ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. അത് എപ്പോഴും ബ്ലൗസിന് അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ന് ബ്ലൗസ് കാണിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിനകത്തൊരു ടൈപ്പ് ബ്ലൗസ് ഉണ്ട്. ആ ബ്ലൗസിൻ്റെ കാണിക്കുമ്പോൾ ഞാൻ പറയാം. അതിന് ഫ്രണ്ട് ഓപ്പണും ഇല്ല, ബാക്ക് ഓപ്പണും ഇല്ല, സൈഡിൽ സിപ്പാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യണം. വളരെ പ്രൊഫഷണലി സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ബ്ലൗസാണ്. അത് വരുമ്പോൾ ഞാൻ പറയാം. പിന്നെ ബ്ലൗസിനെ പറ്റി അറിയാം നിങ്ങൾക്ക് 100% ഓക്കെ ആണെങ്കിൽ, ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഓണത്തിരക്കിനിടയിൽ ബ്ലൗസ് കാണിക്കൽ വലിയ പാടാണ്. കാണിച്ചാൽ ഈ പല സൈസും പല മോഡലും പല ഫ്രണ്ട് ഓപ്പണ് ബാക്ക് ഓപ്പൺ ഇങ്ങനെ നമുക്ക് ഭയങ്കര പാടാണ്. എന്നാൽ ഇതിന് മാത്രം പ്രോഫിറ്റ് ഒന്നും ഈ ബ്ലൗസിൻ്റെ സെയിൽ കൊണ്ട് നമുക്കില്ല. എന്നിട്ടും ഞാൻ ഈ ഓണത്തിൻ്റെ ഇതിനിടയ്ക്ക് വളരെ പല സാധനങ്ങളും കെട്ടുകണക്കിന് വന്നിട്ടും ഇത് കാണിക്കുന്നത് അത്രയ്ക്ക് ആൾക്കാർ ബ്ലൗസ് ചോദിച്ചുകൊണ്ടാണ്. നമുക്ക് നല്ല പാടെന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ പാടാണ്. ഒരാൾക്കോ 2 പേർക്കോ 3 പേർക്കോ ഒന്നും കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ബ്ലൗസിൻ്റെ സെയിൽ എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് ഞാൻ കാണിക്കുന്ന ഇത്ര ആവശ്യക്കാരുള്ളത് കൊണ്ടാണ്. ഇത് പരീക്ഷണാർത്ഥം വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. വാങ്ങിച്ചവർ എന്ന് വെച്ചാൽ അത്ര പേര് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ വാങ്ങിച്ചിട്ട് എന്നാൽ നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇതൊന്നുമില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇനിയിപ്പം 34 സൈസ് തൊട്ടാണ് കാണിക്കാൻ പോകുന്ന ബ്ലൗസുകളെ. ഇത് അജ്രക്കിൻ്റെ ബ്ലൗസാണ്. ഇതാണ് ബ്ലൗസ്. 34 സൈസെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഇങ്ങനെ, ഫ്രണ്ട് ഓപ്പൺ ആണ്, കൈ ഇങ്ങനെ. ഇതൊരു പോളിക്കോട്ടൺ അജ്രക്ക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ്. റെഡ് കളറാണ്. റെഡ് എന്ന് പറഞ്ഞാൽ റെഡിഷ് മെറൂണാണ് കളറ്. ബാക്ക് നെക്ക് ഒന്നും അധികം ഇറങ്ങിയിട്ടില്ല. എനിക്ക് ഈ ബ്ലൗസിന് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത് ചിലയിടത്ത്. ഇപ്പോൾ ഈ നമ്മളെല്ലാം ഇത്രയും ബ്ലൗസൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം ഭയങ്കര ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലൈനിങ് ഇച്ചിരി വിട്ടിരിക്കുന്ന അങ്ങനത്തെയൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ബ്ലൗസ് ചേരത്തില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്ന്. അത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ഇപ്പം നിങ്ങളുടെ 34 എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാ സൈസ് എടുക്കുക. 34 നിങ്ങളുടെ ബ്രാ സൈസ് എങ്കിൽ അതാണ് എടുക്കേണ്ടത്. 38 നിങ്ങളുടെ ബ്രാ സൈസ് എങ്കിൽ അതാണ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കുർത്തി എടുക്കുന്ന ആ സൈസ് അല്ല എടുക്കേണ്ടത്. കുർത്തിക്ക് 40 എന്ന് പറയുമ്പോൾ എല്ലാണ്. 40 സൈസുകാരുടെ ബ്രാ സൈസ് അതല്ല. അപ്പം ബ്രാ സൈസാണ് എപ്പോഴും എടുക്കേണ്ടത്. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞും വലിയ സൈസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞും ഒരു കാരണവശാലും ചെറിയ സൈസ് എടുക്കാതിരിക്കുക. ചെറിയ സൈസ് എടുത്താൽ തന്നെ ഇത് ബാലൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു 2 ഇഞ്ചോളം ഒരു സൈഡിൽ കിട്ടും, ഇവിടെയും 2 ഇഞ്ചോളം ഒരു സൈഡിൽ കിട്ടും. 4 ഇഞ്ചോളം നമുക്കിത് വലുതാക്കാം. പക്ഷേ ഞാനത് പറയുന്നില്ല.
വലുതാക്കാം എന്നുള്ളത് ശരി തന്നെ, പക്ഷേ നിങ്ങൾ കഴിവതും നിങ്ങളുടെ സൈസോ നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞും വലിയ സൈസോ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും നല്ലത്. കാരണം ബോഡി ഷേപ്പ് വ്യത്യാസം കാണും. ചിലരുടെ കൈക്ക് വണ്ണം കൂടുതലായിരിക്കും, ചിലരുടെ ചെസ്റ്റിന് വിരിവ് കൂടുതലായിരിക്കും, ചിലരുടെ ഇങ്ങനെ എന്നാ പറയുന്നത് ഈ ബാക്ക് പോർഷനിന് വിരിവ് കൂടുതലായിരിക്കും. അങ്ങനെ ഇപ്പം 36 ബ്രാ സൈസുള്ള എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു തരാവുന്നതിൻ്റെ മാക്സിമം രീതിക്ക് പറഞ്ഞു തന്നു. ഇത് നേരത്തെ വാങ്ങിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ അടുത്തത് വേറൊരു കളറ് ബ്ലാക്ക് ആണേ, ബ്ലാക്ക് അജ്രക്ക്. ഇതൊരു ചെറിയൊരു സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ ഇതിൻ്റെ പ്രിൻസസ് കട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റേറ്റും പലതിനും പല റേറ്റാണ്, റേറ്റ് വ്യത്യാസമുണ്ട്. ഇത് നമ്മളുടെ 34 സൈസിനകത്ത് വരുന്ന എല്ലാം കാണിക്കുക. ഇതുകൊണ്ട് ഹൈനെക്ക് ഒത്തിരി പേര് ചോദിച്ച ഒരു സാധനമാണ്. ഹൈനെക്ക് വളരെ ബ്യൂട്ടിഫുള്ളാണ്, നമുക്കൊരു പ്രത്യേക ലുക്ക് തരുന്ന ഒരു സാധനമാണ്. ഇത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് അതിന് ചെയ്തിരിക്കുന്നതെന്ന്. ഇതിനകത്ത് സ്ലീവ് ഉണ്ട്, എൽബോയ്ക്ക് മേളിൽ നിൽക്കുന്ന സ്ലീവ് ഉണ്ട്. ഇത് കണ്ടോ, എൽബോയ്ക്ക് മേളിൽ വരെ നിൽക്കുന്ന സ്ലീവ് ഉണ്ട്. ഇത് അകത്ത് ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടം വരെയുള്ള സ്ലീവ് ഉണ്ട്. സ്ലീവ് ഇടണമെങ്കിൽ നിങ്ങൾ സ്ലീവ് പിടിപ്പിക്കുക, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് ഇടണവർക്ക് അങ്ങനെ ഇടുക. അതാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഹൈനെക്കൊക്കെ കുറച്ചും കൂടെ ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാം. അതായത് ഇച്ചിരി നല്ല ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഗെറ്റപ്പ് തരുന്ന ഒരു സംഭവമാണ് ഈ ഹൈനെക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ ഒരു ചെയ്തിരിക്കുന്നുണ്ട്, അതൊരു അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഫ്രണ്ട് ഓപ്പണോ ബാക്ക് ഓപ്പണോ ഇല്ല, സൈഡിൽ സിബാണ്. ഇത് കണ്ടോ, സൈഡിൽ സിപ്പാണ്. നിങ്ങൾ ഓൾട്ടർ ചെയ്യുമ്പോൾ ഈ സിബ് എടുത്ത് അകത്തി വെക്കണം, അത്രയും ചെയ്യേണ്ടി വരും ഓൾട്ടർ ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ഒരു ഇഷ്യൂവേ അല്ല. കാരണം അത്ര പെർഫെക്റ്റാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്. അത് ഞാൻ അത്രയും ഗ്യാരണ്ടിയോടുകൂടി അജ്രക്ക് കാന്ത്ര കോട്ടൻ്റെ മെറ്റീരിയൽ, നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. അജ്രക്കാണ്, കാന്ത കോട്ടണുമാണ്. ഇതിപ്പോൾ വന്നിട്ട് 34 സൈസിനകത്താണ്. സ്ക്രീനെ നോക്കണേ. പിന്നെ അതുപോലെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീനിലെ നമ്പര്, സൈസ്, വില ഇതും കൂടെ കൂട്ടിയേ ബുക്ക് സ്ക്രീൻഷോട്ട് അയക്കാവുള്ളൂ കേട്ടോ. ഇത് അടുത്തത്. ഇതിനകത്ത് പിന്നെ പാഡുണ്ട്. പാഡ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഓൾട്ടർ ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് അഴിക്കുന്ന സമയത്ത് ആ പാഡ് എടുത്ത് കളഞ്ഞാൽ മതി. പാഡുള്ളത് ഒരു പ്രശ്നമാക്കണ്ട. ഇതിൻ്റെ നെക്ക് ഇച്ചിരി വൈഡ് നെക്കാണ്. കാരണം ഇച്ചിരി നല്ല എന്നാ പറയുന്നത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു തയ്യലാണ്. ഭയങ്കര വൈഡാന്നല്ല പറഞ്ഞത്. ഞാനൊക്കെ നോർമലി ഒക്കെ ഇടുന്ന ഇത്രയും വൈഡൊക്കെ ഇടും. എൻ്റെ ഫാഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എത്രമാത്രം ഇതാന്ന്. തനി ഒരു നാടൻ രീതിയല്ലേ. നാടൻ രീതി എന്നല്ല, ഇതിപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴാണ്, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇവിടെ വരുമ്പോൾ നമുക്ക് എന്നാ പറയുക, ഞാൻ എൻ്റെ കംഫർട്ടാണ് നോക്കുന്നത്. അപ്പം ഞാൻ പോലും ഇങ്ങനെ ഇത്രയും വൈഡുള്ളത് ഇടുന്നതാണ്. ഇത് ഓവർ വൈഡല്ല, പക്ഷേ ചിലർക്കത് പറ്റത്തില്ല. ഞാൻ അടുത്ത് 34 സൈസിനകത്ത് അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി 34 സൈസിനകത്ത് അത്രയേ ഉള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 36 സൈസാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ചെറുതാക്കിയാൽ മതി, ഓൾട്ടർ ചെയ്താൽ മതി. സൈഡൊന്നും അടിക്കൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവും അതുകൊണ്ട് വരത്തില്ല. അടുത്ത ഇതാണ് ആദ്യത്തേത്, ഫ്രണ്ട് ഓപ്പൺ ബാക്ക് നെക്ക്. ഇതിൻ്റെ ബാക്ക് നെക്കൊക്കെ കണ്ടമാനം ഇറങ്ങിയിട്ടൊന്നുമില്ല, നോർമലേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും ഇടാവുന്ന രീതിക്കാണ്. കൈയുടെ സൈഡിൽ ഇങ്ങനെ പൈപ്പിങ് പിടിച്ചിരിക്കുന്ന നല്ല കോട്ടൺ അജ്രക്ക് പ്രിൻ്റ് വരുന്ന പർപ്പിൾ ഷെയ്ഡ് വരുന്ന ഇതും എല്ലാം ഓൾട്ടർ ചെയ്യണം കേട്ടോ. ഓൾട്ടർ ചെയ്യണം എന്നുള്ള ഇത് ഉറപ്പായിട്ടും മനസ്സിലാക്കി മാത്രമേ മേടിക്കാവുള്ളൂ. മുമ്പേ കാണിച്ച 34-നകത്ത് ഇതും ഇതിനകത്തും ഉണ്ട് 36. ബാക്ക് നെക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ് പോലെയാണ് വരും. ചെറിയ ഓവൽ, വലിയ ഓവലല്ല, ചെറിയൊരു ഓവൽ ഷേപ്പ് പോലെയാണ് വിട്ടിരിക്കുന്നത്. ഇങ്ങനെ അടുത്തത് ഇത് പർപ്പിളാണ്, ഡാർക്ക് പർപ്പിൾ. കേരള സാരിയൊക്കെ ഉടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് ഉടുക്കാൻ, നല്ല ഡാർക്ക് കളർ. പിന്നെ വേറെ സാരികൾക്ക് പ്ലെയിൻ സാരിക്കും ഒക്കെ ചേരും. ഈ കളറൊക്കെ പ്ലെയിൻ സാരിയൊക്കെ നമ്മൾ ധാരാളം കൊടുത്തിട്ടുള്ളൂ, അതിനൊക്കെ നന്നായിട്ട് ചേരും. കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാം. ഇങ്ങനെ മുമ്പേ കാണിച്ച ബ്ലാക്കിൻ്റെ അതും 36 സൈസിനകത്തുണ്ട്. പിന്നെ ഇതിനൊന്നും കണ്ടമാനം സ്റ്റോക്കില്ല, അത് എന്നാ പറയുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഇത് മുമ്പേ കാണിച്ച ഞാൻ പറഞ്ഞില്ലേ സ്ലീവ്ലെസ് വന്നേക്കുന്ന ഇത് ചെയ്തേക്കുന്ന ആ ഒരു സംഭവം. ഇതിനകത്ത് കൈയുണ്ട് കേട്ടോ. സ്ലീവ്ലെസ് എന്ന് പറഞ്ഞാൽ കൈയുണ്ട്, 3/4 ആയിട്ടുള്ള സ്ലീവാണുള്ളത്. അത് ചെയ്ത് വെക്കണം, നമ്മൾ പിടിപ്പിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്
നമുക്ക് കിട്ടണമെങ്കിൽ നല്ല പാടാണ്. നിങ്ങളുടെ കൈകളിൽ ഇതെത്തും. ബാക്ക് നെക്ക് വരുന്നത് ഇത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ്. നല്ല ഇതാണ്. ഇനി സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് നല്ല ഭംഗിയായിരിക്കും. മുമ്പത്തേൻ്റെ തന്നെ ഇത് സൈഡ് സിപ്പ് ഉള്ളതാണ്. ഇതിൻ്റെ ബാക്ക് നെക്ക് കണ്ടോ, ഇങ്ങനെ വീനെക്ക് പോലെയാണ് വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുന്നത്, ഈ ആലിലയുടെയൊക്കെ ഷേപ്പിൽ പോയിരിക്കുന്ന ഒരു ഇതാണ്. ഈ ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് ഒരു വിയുടെ വൈഡായിട്ടുള്ള വി നെക്ക്. വൈഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെയുള്ള വി അല്ല, ഇങ്ങനെ 38. ഇനിയുള്ളത് കാണിക്കാൻ പോകുന്നത് 38 സൈസ്. അപ്പം 34 സൈസുകാർക്ക് 38 എടുക്കാം, 36 സൈസുകാർക്ക് 38 എടുക്കാം, 38 സൈസുകാർക്ക് 38 എടുക്കാം. ഇത് ഓരോന്ന് ഞാൻ കാണിച്ചു പോവാം. ഇങ്ങനെ നല്ല കോട്ടൺ ആണ്, പ്രിൻസസ് കട്ടാണ്. പിന്നെ ചിലർ ഇതിൻ്റെ നീളവും വീതിയും വണ്ണും പൊക്കവും ഒക്കെ ചോദിക്കും. അങ്ങനെ സ്റ്റാൻഡേർഡ് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഒരു 25 പേരെ എടുത്താൽ 22 പേർക്കും മെഷർമെൻറ്റ് ഓക്കെ ആയിട്ട് വരുന്ന രീതിക്കാണ് ഈ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് എടുക്കുന്നത്. അപ്പം അത് നമ്മൾ ഓരോന്നും അളന്നൊന്നും നോക്കിയിട്ടില്ല. അത് ഓർഡർ എടുക്കാനിരിക്കുന്നവർക്കും അതറിയത്തില്ല. ഇത് ബാക്ക് നെക്ക് ഇങ്ങനെ മുമ്പേ കാണിച്ചതിൻ്റെ തന്നെ 38-നകത്ത്. ഇത് മുമ്പേ കാണിച്ച റെഡിൻ്റെ തന്നെ 38-നകത്ത്. ഈ വള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ അത് വെറുതെ ചുമ്മാ കട്ട് ചെയ്താൽ മതി കേട്ടോ. മുമ്പേ കാണിച്ചത് തന്നെ പർപ്പിളിൻ്റെ, അതും 38-നകത്തുണ്ട്. ഇത് കേരള സാരിക്കൊക്കെ നല്ല ഒരു സംഭവമാണ്. സ്ലബ് സിൽക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ, എന്നാ ഞാൻ പറയാൻ വന്നത്, ഇത് വീവിങ് ആണ്. കൂടെയുള്ള ഈ ബുട്ട വീവിങ് ആണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ്. പ്രിൻസസ് കട്ടാണ്, എല്ലാം പ്രിൻസസ് കട്ടാണ്. ബാക്കിയെല്ലാം സെയിം തന്നെ കളർ. ഇത് കേരള സാരിക്ക് ഒത്തിരി സൂപ്പർ കേട്ടോ. ഞാൻ ഒരു വർഷം ഞാൻ ഓർക്കുന്നുണ്ട് കേരള സാരിക്ക് ആ കളർ എടുത്തു. എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നറിയോ, എനിക്കല്ല, കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇത് മുമ്പേ പറഞ്ഞ സൈഡ് സിപ്പ് വരുന്ന മോഡലിൻ്റെ ഇതിൻ്റെ സ്ലീവിലോട്ട് നിങ്ങളൊന്ന് നോക്കിക്കുക. സ്ലീവ് ചെയ്തിരിക്കുന്നത് അത് ഇങ്ങനെ അടിച്ചു മറിച്ചെടുക്കുക എന്ന് പറയാം, അങ്ങനെ ചെയ്തിരിക്കുക. അത് അത്രയും പെർഫെക്ഷനാണ് അതുകൊണ്ടുള്ളത്. അടുത്തത് ഇതിൻ്റെ മുമ്പേ പറഞ്ഞ പോലെ ഒരു ആലിലയുടെ ഷേപ്പിൽ വരുന്ന ഒരു നെക്കാണ്, ഈ നെക്ക്. ഇതിന് സ്ലീവ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും സ്ലീവ് ഉണ്ട്. സ്ലീവ് ഒന്ന് പിടിപ്പിച്ചാൽ മതി. പിന്നെ ഇത് കാണിച്ചില്ല എന്ന് തോന്നുന്നല്ലേ ഇതുവരെ. ഇതും സൈഡ് സിപ്പ് വരുന്ന ആ ഒരു മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വരും, ഉണ്ടോ, ഇങ്ങനെ വരും ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് ഇങ്ങനൊരു ഷേപ്പാണ്. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ആവോ, ടേബിളിലൊക്കെ ഇട്ട് കാണിച്ചാലേ കാണത്തുള്ളൂ. ഈ ഇത് ചോദിച്ചത് ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കും, ഞാൻ ചോദിച്ചപ്പോൾ ഇതില്ലെന്ന് പറഞ്ഞല്ലോ, അയ്യോ ഇന്നാളെ എന്നോട് ആരാണ്ട് വഴക്കിന് വന്നതാണ്. ഞാൻ ചോദിച്ചപ്പം വിദ്യയെ ഞാനില്ലെന്ന് പറഞ്ഞ സാധനം നിങ്ങൾ പിറ്റേ ദിവസം കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെന്താണെന്നറിയാമോ, ഇത് ഓർഡർ ഞങ്ങൾ ഇതിൻ്റെ ബുക്കിംഗ് നിർത്തി വെച്ചിരിക്കുമായിരുന്നു ബ്ലൗസിൻ്റെ 2-3 ദിവസമായിട്ട്. കാരണം മറുപടി പറയാൻ പറ്റുന്നില്ല. കാരണം വേറെ വീഡിയോ വന്നു കഴിയുമ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. അതുകൊണ്ട് ബ്ലൗസിൻ്റെ തന്നെ ഒരു വീഡിയോ കാണിച്ചിട്ട് അതിൻ്റെ ബുക്കിംഗ് എടുക്കാമെന്ന് വെച്ചു. ഇത് ഈ പറഞ്ഞ പോലെ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇതിൻ്റെ ബുക്കിംഗ് നമ്മൾ നിർത്തും. കാരണം നാളത്തെ വീഡിയോ കയറി കഴിയുമ്പോൾ നമുക്കേ വലിയ ഡിമാൻഡല്ലേ എന്നാണിക്കുമല്ലേ. അങ്ങനെ അല്ല കേട്ടോ, കാര്യങ്ങൾ ഓടണ്ടേ, എല്ലാം കൂടെ ഓടിക്കണ്ടേ. അതുകൊണ്ടാണ് എൻ്റെ അവശകലാകാരിയുടെ പറച്ചിൽ കേൾക്കുമ്പം തന്നെ നിങ്ങൾ ഓർക്കും, അയ്യോ ബ്ലൗസ് വേണ്ടേ. ഇത് കഴിഞ്ഞ ദിവസം കാണിച്ചെന്ന് തോന്നുന്നല്ലേ. ഒരു ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ബ്ലാക്ക് അല്ല, ഗ്രേ എന്നാണ് കൂടുതൽ പറയേണ്ടത്. എന്തോ ഒരു കളർ. ഇതും കഴിഞ്ഞ ദിവസം കാണിച്ചാൽ ഇതിനൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞത് ക്ഷമിക്കുക, അത് അവസ്ഥ അതായി പോയതുകൊണ്ടാണ്. 40. ഇനി 40 സൈസ്. ഇതിപ്പം ബാക്ക് ഓപ്പൺ ആണ്. ഞാൻ ഓരോന്നിൻ്റെയും പറയാം കേട്ടോ. ബാക്ക് ഓപ്പൺ ആണ്. ബാക്ക് ഓപ്പൺ ഉള്ളതിന് ഞാൻ ബാക്ക് ഓപ്പൺ തന്നെ പറയാം. ബാക്ക് ഓപ്പൺ ആണ്, സൈസ് 40. ബാക്കി എല്ലാം സെയിം. ഇതും പ്രിൻസസ് കട്ടാണ്. ഇതും ബാക്ക് ഓപ്പൺ ആണ്. 40 സൈസ് കേട്ടോ. ഇത് മുമ്പേ പറഞ്ഞ സിബ് വെച്ചേക്കുന്ന മോഡലാണ്. കേരള സാരിക്ക് നല്ല ആപ്റ്റാണ്. അറിയാലോ, ബ്ലാക്ക് കരയുള്ള കേരള സാരിക്ക് ബ്ലാക്ക് ആൻഡ് സിൽവർ
അതിന് വളരെ ആപ്റ്റാണ്. ഇതിന് സ്ലീവ് പിടിപ്പിച്ചിട്ടുണ്ട്, സൈഡ് സ്ലിപ്പുണ്ട്, 40 സൈസാണ്. ഇതാണ് ബാക്കിലത്തെ സ്ലീവ്. ഫ്രണ്ടിലത്തെ സ്ലീവ് ഇങ്ങനെ ഇരിക്കും. സൈഡിലാണ് സിബ് കേട്ടോ. ഇങ്ങനെ കയറ്റിയിട്ട് ഇറക്കിയാൽ മതി, എന്നിട്ട് സിബ് വലിച്ചിടണം, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ മോഡലൊക്കെ അധികം എല്ലാവരും പരിചിതമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് കംഫർട്ട്. ഇവിടെ ഉള്ളൂ, ഒന്നും തുറന്നൊന്നും ഇരിക്കത്തില്ല. സൈഡിൽ നല്ല സിബ് വലിച്ചിട്ട് കൃത്യമായിട്ടിരിക്കും. നമ്മുടെ ഷേപ്പിൽ അത് ഓൾട്ടർ ചെയ്തെടുത്തിട്ട് ആ സിബ് വലിച്ചിട്ടാൽ മാത്രം മതി. ഇത് നല്ല വൈഡായിട്ടുള്ള ബാക്ക് നെക്കാണ്, അത്യാവശ്യം വൈഡാണ്. ഇതുണ്ടോ, കാന്ത കോട്ടനാണ്, നല്ല മെറ്റീരിയലാണ്. ഇതും കേരള സാരിക്ക് വളരെ ആപ്റ്റാണ്. ഈ ബ്ലാക്ക് സിൽവർ കര വരുന്ന കേരള സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ ഉടുക്കുമ്പോൾ വളരെ നല്ലതാണ്. അല്ലാതെ നല്ലതാണ്. ഒരു എന്നാ പറയുന്നത്, ബ്ലാക്ക് മെറ്റലിൻ്റെ കറക്റ്റ് ഷെയ്ഡ് ഇത് ബാക്ക് നെക്ക്. ഇതിൻ്റെ സൈഡ് സിപ്പാണ് കേട്ടോ. അതുണ്ട്, പ്രിൻസസ് കട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എത്ര പെർഫെക്ഷനോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും. ഒരു നെക്കൊക്കെ ഇതുപോലെ ഇത്രയും പെർഫെക്റ്റ് ആക്കി എടുത്ത് നമുക്ക് തയ്ച്ച് കിട്ടണമെങ്കിൽ നല്ലപോലെ തയ്ച്ച് തരുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര പ്രൊഫഷണലി ഭയങ്കര ഇതായിട്ടുള്ളവർ. അവരുടെ റേറ്റും അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് വേറൊരെണ്ണം, ഇൻഡിഗോയുടെ ഒരു ഷെയ്ഡ്, ഡാർക്ക് ഇൻഡിഗോ ഉള്ള ലൈറ്റ് നേവി ബ്ലൂ ഇൻഡിഗോ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഉടക്കിയോ, ഇതും ഫ്രണ്ട് ഓപ്പൺ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലൗസറിൻ്റെ വീഡിയോ കാണിക്കാൻ എന്നെ മടിയായിരുന്നു അറിയാം. എനിക്ക് വേറെ ഏതാണ്ടെല്ലാം സാധനങ്ങൾ ഒത്തിരി കാണിച്ച് ഇങ്ങനെ ഒത്തിരി സാധനം കാണുമ്പോഴത്തേനും ഈ പെണ്ണുങ്ങളുടെ തനതായിട്ടുള്ളൊരു സ്വഭാവമുണ്ടോ, എല്ലാവരും കാണിക്കണം എന്നുള്ളൊരു തോന്നലില്ലേ നമുക്ക്. നല്ല കുഞ്ഞിലൊക്കെ ഒന്ന് പുത്തനൊക്കെ ഒത്തിരി എടുത്ത് കഴിയുമ്പോൾ ആരെങ്കിലും പുത്തനിടുന്നേലും കഴിഞ്ഞ് ആവശ്യം മറ്റുള്ളവരെ കൊണ്ട് കാണിക്കുക, കണ്ടോ എന്ന് പറയുക എന്ന് പറഞ്ഞ പോലെ. എനിക്ക് പുതിയത് അത് ഇപ്പം ചുരിദാർ സെറ്റൊക്കെ അങ്ങ് ഒത്തിരി വന്നിട്ട് കാണിക്കാൻ പറ്റാഞ്ഞിട്ടേ എനിക്ക് ഈ ബ്ലൗസ് അതിൻ്റെ ഇടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോളം എന്ന് പറയും. പിന്നെ ആൾക്കാർ ചോദിക്കുന്നതല്ലേ നമ്മൾ കൊടുക്കണ്ടേന്നുള്ള ഒരു എന്നാ പറയുന്നത്, ഒരു നീതിബോധം. എന്ത് വലിയ ബോധമല്ലേ. ഇതിൻ്റെ ഒരു റെഡിഷ് മെറൂണോ തവിട്ട കളറോ അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്, ബ്രിക്ക്. ഇത് 40 സൈസ് മുമ്പേ കാണിച്ചതിൻ്റെ. നിങ്ങളിങ്ങനത്തെ ഒരു അത്യാവശ്യം, അതായത് ഓവറല്ല, അത്യാവശ്യം മോഡേൺ ആയിട്ട്, അത്യാവശ്യം അതൊരു 50% ഫാഷനബിളായിട്ട് നടക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് വാങ്ങിച്ച് നോക്കാനെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ പിന്നെ എപ്പോഴും ബ്ലൗസ് തയ്ച്ച് തരാൻ എന്നോട് പറയും, ഉറപ്പ് തരിക. അതുണ്ട ഒത്തിരി പുറകിൽ ഫ്രണ്ടിൽ മതിയാ. ഇതെല്ലാം സ്ലീവ്ലെസ് ആണെങ്കിലും ഇതുണ്ടോ, സ്ലീവായി കാണുന്നത് കേട്ടോ. 3/4 എൽബോയുടെ മേളിൽ നിൽക്കുന്ന സ്ലീവ് ഉണ്ടേ ഇവിടം വരെ. അടുത്തത് മുമ്പേ കാണിച്ചതിൻ്റെ തന്നെ 40 സൈസിനകത്ത് ഇതുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും മേടിക്കാനും ഉള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം. അതായത് തീർന്നില്ലേ. പിന്നെ ബ്ലൗസിൻ്റെ ഡെസ്പാച്ച് എല്ലാ ദിവസത്തെ പോലെ പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ ബുക്കിംഗ് ടൈം അനുസരിച്ച് പെട്ടെന്ന് നടക്കത്തില്ല. 3 തൊട്ട് 6 ദിവസം വരെ സമയമെടുക്കും കേട്ടോ ഡെസ്പാച്ചിന്. നിങ്ങൾക്ക് എന്നാണെങ്കിലും റെഡിമെയ്ഡ് അല്ലേ കിട്ടുന്നത്, ഓൾട്രേഷൻ ചെയ്യാനുള്ള സമയം എന്നാണേലും കിട്ടും. ഓണം ഇനി ഒത്തിരി ഉണ്ടല്ലോ, അപ്പം എടുക്കും എന്ന് ഞാനൊരു അഡ്വാൻസ് ജാമ്യം എടുക്കുകയാണ്. എന്നും കൊണ്ട് അത്രയും താമസിക്കുന്നല്ല, കഴിവതും നാളെ തന്നെ അയച്ചു തുടങ്ങും. എന്നാലും പറയുകയാണ് 3 തൊട്ട് 6 ദിവസം വരെ ഡെസ്പാച്ചിന് ചിലപ്പോൾ സമയം എടുക്കും കേട്ടോ. ഡെസ്പാച്ചിനാണ്, ഡെലിവറിക്കല്ല, ഡെസ്പാച്ചിന്. അതുപോലെ ഈ ഫോൺ നമ്പറിൻ്റെ കാര്യം മറക്കരുത്. സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിലാണ് നിങ്ങൾ ബ്ലൗസ് മാത്രം ബുക്ക് ചെയ്യേണ്ടത്. നാളത്തെ വീഡിയോയ്ക്ക് നിങ്ങളുടെ പഴയ നമ്പർ, സ്ക്രീനിൽ കിടക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടത്, അത് മറന്നു പോരുതേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബ്ലൗസിന് റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, ക്യാൻസലേഷൻ ഇല്ല, ഒന്നുമില്ല. അത് നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. താങ്ക് യു.